മനുഷ്യൻ ചിന്തിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് മനുഷ്യന് സുഖമനുഭവമാകണോ ദുഃഖമനുഭവമാകണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. മൃഗങ്ങളെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. അവർ നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മൃഗങ്ങൾ ശൈത്യകാലം വരുന്നതിന് മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതും തേനീച്ചകൾ തേൻ ശേഖരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുന്നതുമെല്ലാം. തീർച്ചയായും മൃഗങ്ങൾക്കും ചിന്തയുണ്ട്. എന്നാൽ തൻ്റെ ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ തനിക്ക് പ്രതികൂലമാകുന്ന ഘട്ടത്തിൽ അവയെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രായോഗികമായൊരു ചിന്ത മാത്രമാണ് അവരെല്ലാം കൊണ്ടു നടക്കുന്നത്. എന്നാൽ മനുഷ്യനാകട്ടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുവാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ പരിഹാരങ്ങൾ കണ്ടെത്തി വയ്ക്കുന്നതിനല്ല. ഇതുകൊണ്ടാണ് മനുഷ്യൻ ദുഃഖിക്കേണ്ടി വരുന്നതും.